അപ്പോൾ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മുടെ വർക്കല ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു 10 മണിക്ക്. 11 മണിയുടെ ടൈമുണ്ട്, പക്ഷേ 10 മണിക്ക് ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്ത യാത്ര തുടങ്ങുകയാണ്. ഈ ഒരു റൂമിന് 1500 രൂപയാണ് പെർ ഡേ നമുക്ക് വന്നത് ചിലവായത്. ഭയങ്കര അത്യാവശ്യമാണ്. വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നൊക്കെ കഴിച്ചാൽ മതി. കാരണം ക്ലിഫ് സൈഡിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും അത്യാവശ്യം എക്സ്പെൻസീവാണ്, നല്ല റേറ്റാണ് ഗൈസ്. ഒരു മുട്ട പൊങ്ങിയതിനൊക്കെ 80 രൂപ എന്നൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ കഴിച്ച ദോശ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു, ക്വാളിറ്റി ഉണ്ടായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് അത്യാവശ്യം ഓവർ പ്രൈസ് ആയിരുന്നു. പിന്നെ കടകളൊക്കെ അത്യാവശ്യം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ആരുമില്ല, തിരക്കൊക്കെ വളരെ കുറവാണ്. ക്ലിഫെന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഓട്ടോ ആക്കിയിട്ട് നേരെ പോയത് 2000-ഓളം വർഷം പഴക്കമുണ്ടെന്ന് അറിയപ്പെടുന്ന നമ്മുടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ജനാർദ്ദന സ്വാമി ക്ഷേത്രം മഹാവിഷ്ണു ലക്ഷ്മി ദേവിയുടെ ഒക്കെയാണ് മെയിനായിട്ട് ഈ ക്ഷേത്രം വരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പാപനാശ ബീച്ചും വരുന്നത്. ആൾക്കാർ എല്ലാവരും ബലിയിടാനൊക്കെ വേണ്ടി വരുന്ന മെയിനായിട്ടുള്ള ഒരു സ്ഥലമാണിത്, ഈ പാപനാശ ബീച്ച് എന്ന് പറയുന്നത്. അവിടുത്തെ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പക്ഷേ ഈ അമ്പലത്തിനെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2000 വർഷത്തോളം പഴക്കമുള്ള അമ്പലമാണെന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ അമ്പലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും വളരെ പഴയതാണ്. കുറേ സംഭവങ്ങളൊക്കെ അവർ റിന്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരുപാട് സംഭവങ്ങളൊക്കെ വളരെ പഴയതാണ്. അവിടെയുള്ള കല്ലുകളായി കഴിഞ്ഞാലും ദീപങ്ങൾ കൊളുത്തുന്ന സംഭവമായി കഴിഞ്ഞാലും വിളക്കുകളായാലും അങ്ങനെയുള്ള എല്ലാം വളരെ വളരെ പണ്ടത്തെ സംഭവം തന്നെ. പിന്നെ ഇവിടെ കുറേ ആചാരങ്ങളൊക്കെ ഇതുപോലുള്ള പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കണ്ടു. ഇതെന്തിനു വേണ്ടി ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ 2-3 പേര് ഇങ്ങനെ ഇത് വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. തൊട്ടിൽ കെട്ടിയതും പിന്നെ പാവയൊക്കെ ഈ ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ കാണുന്ന പോലെയുള്ള സംഭവങ്ങളൊക്കെ ആൽമരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുട്ടികൾ ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുട്ടികളായതിനു ശേഷം അവർക്ക് വേണ്ട എന്തൊക്കെയോ വഴിപാടാണെന്നാണ് കേട്ടത്. പിന്നെ നൈനൂസ് അവിടെ നിന്ന് ഒരുപാട് സമയം ഓടിച്ചാടി കളിച്ചു. അതിന് ശേഷം ഞങ്ങൾ നേരെ ഓട്ടോ ആക്കി നേരെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, നടന്നു പോകേണ്ടവർക്ക് നടന്നു പോകാം. ഈ പാപനാശ ബീച്ചിലെത്തി. പാപനാശ ബീച്ചിലെത്തിയപ്പോൾ കണ്ടത് അവിടെ ഒരുപാട് പേര് ഈ കർമ്മം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും ഇവിടെ മെയിനായിട്ട് രാവിലെയും വൈകുന്നേരങ്ങളിലാണ് കർമ്മം ചെയ്യാൻ ആൾക്കാർ വരുവാന്ന് പറഞ്ഞു. പക്ഷേ എപ്പോഴും ഇവിടെ കർമ്മം ചെയ്യുന്ന തന്ത്രിമാരൊക്കെ അവിടെ ഓരോ ചെറിയ ഇങ്ങനെ ഷെഡ് പോലെ കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ 2 ദിവസം മുന്നേ വരെ ഇവിടെ ഒരുപാട് എന്ന് പറയേണ്ടത് വേലിയേർക്കോ അങ്ങനെയൊക്കെ ഉള്ളത് കാരണം തന്നെ കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് ക്ലിഫിലേക്ക് തന്നെ പോയി. ക്ലിഫിൽ പോകാൻ കാരണം വേറൊന്നുമല്ല, നല്ല ഫുഡ് അന്വേഷിച്ചിട്ട് പോയതാണ്. ഇവിടെ നിൽക്കുന്ന ബാക്കിയുള്ള സംഭവങ്ങൾ എല്ലാത്തിനും ക്ലിഫിൽ ഭയങ്കര വെറൈറ്റി കൂടുതലാണ് കമ്പയർ ടു അതർ പ്ലേസ്. പക്ഷേ എന്നാലും ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡ് നിങ്ങൾക്ക് കിട്ടും. ഓരോ രാജ്യത്തുള്ള വെറൈറ്റി ഫുഡുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല എന്തെങ്കിലും വെറൈറ്റി ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത്തവണ ക്ലിഫിലേക്ക് പോയത്. ഞങ്ങൾ ഇന്നലെ രാത്രി ക്ലിഫിലെ വീഡിയോ ഇട്ടിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ക്ലിഫിൽ നന്നായിട്ട് ആൾക്കാർ കൂടുന്നത്. ഈ ഒരു ഡേ ടൈമിൽ ക്ലിഫിൽ ഒട്ടും ആളില്ല, തീരെ ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് പേര് അങ്ങോട്ട് നടക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ ഞങ്ങളങ്ങനെ ഇന്നലെ രാത്രി ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ആ ഒരു ആംബിയൻസൊക്കെ രാത്രിയിലെ ആംബിയൻസും ഇപ്പോഴത്തെ ആംബിയൻസും വെച്ച് നോക്കുമ്പോൾ വളരെ വലിയ വ്യത്യാസം തന്നെയുണ്ട്. അതിനെ അന്വേഷിച്ച് നടന്ന് നമുക്കൊരു നല്ലൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് കിട്ടി, അബ്ബ. അവിടെ കയറി നല്ലൊരു സിസിലേഴ്സും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് ബന്നും മറ്റേ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ട് നേരെ അടുത്ത് ഓട്ടം പിടിച്ച് നേരെ വിട്ടത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇനി കൊച്ചിയിലേക്ക് ട്രെയിനാണ്. അതുവരെ നമുക്ക് നല്ലൊരു ഉറക്കം. ഞാൻ നൈനൂസും നല്ല സുഖമായിട്ട് ഉറങ്ങി. ഫൈനലി നമ്മൾ കൊച്ചിയിലെത്തി അവിടെ നിന്ന് തന്നെ അഭിരാമി ഹോട്ടലിൽ നിന്ന് നല്ല ഫുഡും കഴിച്ചു. കൊച്ചിയിലെത്തിയപ്പോൾ അതിൻ്റെ ഒരു തന്നെ ഒരു സുഖം. അതിൻ്റെ നൈനൂസിൻ്റെ ഒന്ന് തൂക്കവും നോക്കി. 15 കിലോ ഉണ്ട് നൈനൂസ്. അപ്പോൾ പനിയൊക്കെ വന്നതിന് ശേഷം തൂക്കം കുറച്ച് കുറഞ്ഞിരുന്നു. ഇപ്പം പഴയ പോലെ റിക്കവർ ആവുന്നുണ്ട് ഇപ്പോൾ നൈനൂസ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്ഥലത്തെത്തി ഗൈസ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി വർക്കല ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.